ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്ലൈവുഡിലൂടെ ഇറക്കിയിട്ട് ഇപ്പോൾ ഉള്ളത് പാച്ചോറ മാർക്കറ്റിലാണ്. കേട്ടോ, ഗോതമ്പാണ് നമുക്ക് ലോഡ് റിട്ടേൺ ആയത്. തൃശ്ശൂർക്കാണ് നമുക്ക് ലോഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ലോഡ് ഇങ്ങനെ നടന്നുകൊടുക്കുകയാണ്. ദിവസം പകുതിയായ ലോഡിങ് ഓരോരോ കടകളിൽ ഇങ്ങനെ എടുത്തിട്ട് സാധനങ്ങൾ കയറ്റുകയാണ്. നല്ല ചൂടാണ് കേട്ടോ, നല്ല വെയിലാണ്. അപ്പോൾ അവിടെ ഒരു കടയിൽ കുറച്ച് കയറ്റി, ഇനി ഇവിടെ കുറച്ചുണ്ട്. അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ നടന്ന് കയറ്റണം. നല്ല പൊരി വെയിലും. ഇതേ വെയിലുള്ള തണലത്ത് പോയിന്ന് ഇതിലേറെ കൂടുതൽ എന്ത് ബിരിയാനാ? ഗരം ഗരം ക്യാ ഗർമി है पूरा, अपना गाँव पूरा ठंडी है. हाँ, केरला में बारिश चालू होगा. पाचोरा सेंटर, पाचोरा सेंट्रലാണ്. पाचोरा सेंटर പോയാനാ ലിക്ക പാച്ചോറ സെൻറ്റർ. ആ ബിൽഡിങ്ങിൻ്റെ പേര് കണ്ടോ? എന്നാലും ഇത് കണ്ടോ, അതിന് അടുക്കൽ അതൊരു വട്ടത്തിലും ഉണ്ടോ. പാച്ചോറിൻ്റെ സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അടുത്തതാ ഇനി ആ കൊട്ടിയിട്ട് പുതിയ ചാക്കാക്കണം. പ്ലാസ്റ്റിക് ചാക്കാണ്. അതിനിങ്ങനെ കൊട്ടുണ്ട്. കൊട്ടിയിട്ട് തന്നെ നമുക്കുള്ള നൂൽ ചാക്കിൽ നടക്കണത്. മാർക്കറ്റിൽ കൂടെ അങ്ങനെ ലോഡ് എടുക്കാനുള്ള വണ്ടിയാണ്. ചെറിയൊരു കുഞ്ഞ് ട്രാക്ടർ. എല്ലാ ഐറ്റംസും ഉണ്ട്. ഫുൾ ഹൈഡ്രോളിക്കിൽ ഒരു കുഞ്ഞ് ട്രാക്ടർ. ഇവിടെ എന്തൊക്കെയോ ചാക്കാണ്. ഇതാണൊരു സാധനം. ജീരകമാണ്. ഇതൊക്കെ എന്താ സാധനം ആണല്ലോ. ഐറ്റംസ് ഉണ്ട്. ഇത് ഗോതമ്പ്, ഇത് ഗോതമ്പിൻ്റെ ഒരു ഐറ്റംസ്. ഇത് ഗോതമ്പിന് വേറൊരു കളറ്. അത് ചോളം ഒക്കെ ചാക്കൊക്കെ ഉള്ളതാണ്. ഇത് വേറെ, അവിടെ കണ്ടെയ്നർ വേറെ. എന്താ സാധനം നാളെ എന്തെല്ലാം കൃഷികൾ. ഇവിടെ നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ സാധനം എത്തിയിട്ട് വേണം. അപ്പോൾ അതാ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞിട്ടോ. ബ്രിഡ്ജിൽ അവിടെ ബ്രിഡ്ജുണ്ട്, ഉള്ളിലുണ്ട് ഒരു ബ്രിഡ്ജ്. അവിടെ തൂക്കിയിട്ട് ഇങ്ങനെ പായിടാൻ ഉള്ളൊരു ശ്രമത്തിലാണ്. കൊടുങ്കാറ്റടിക്കുന്നു, പായി നിൽക്കണില്ല, ഉന്ത. ഈ കാറ്റ് നിന്നിട്ട് പായിടലുണ്ടാവില്ല. കുറേ നേരം ഞങ്ങൾ ശ്രമിക്കണം. അതില്ലേ പായ പൊടിച്ചിങ്ങനെ ഇരിക്കുക. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ഓഫീസ് അവിടെ ഇരിക്കുന്നുണ്ട്. അടിപൊളി കാറ്റ്. ഓരോരോ അവസ്ഥകൾ
പാറിനിരിക്കുകയാണ് ഇതല്ല പായ ഇങ്ങനെ പൊന്തി കാണില്ലല്ലോ കാണുന്നില്ലല്ലോ പറയാ കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആ കാറ്റ് അങ്ങോട്ട് പോയി തോന്നണല്ലേ പോകാൻ കൂടുതലട്ടോ പായിട്ട് കണ്ട് പോകൂല അങ്ങനെ ഞങ്ങൾ രണ്ടാളും തല കുത്തി മറിഞ്ഞ് പായ കിട്ടും. കാറ്റ് കുറച്ച് കുറഞ്ഞു കേട്ടോ അപ്പോൾ പായിട്ട് കഴിഞ്ഞപ്പോൾ പല കാറ്റ് കുറച്ച് കുറഞ്ഞു തരാം പായിട്ടപ്പോൾ നമ്മളെ പായിട്ടപ്പോൾ അത്ര ശക്തി ഇല്ല. ആ പായിട്ട് കഴിഞ്ഞില്ലേ അപ്പോൾ ശക്തിയില്ല. ഓ ഇറപ്പായി നമ്മൾ പാറ്റും ബില്ല് കണ്ട ബില്ല് വന്നാൽ നമ്മൾ നടക്കുക. അയാളെ കാണാൻ പോയോ കേട്ടോ. അത് കുറച്ച് വെള്ളം കുടിക്കട്ടെ, തൊണ്ട പറ്റിക്കണം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി മാർക്കറ്റിൻ്റെ പുറത്തുള്ളൊരു ബ്രിഡ്ജിൽ കൊണ്ട് തൂക്കിയിട്ടോ. മഹാരാഷ്ട്ര കാട്ട ഇവിടെ നമ്മൾ തൂക്കി, ഇവിടെ നമ്മൾ കാല് തൂക്കിയിട്ടാണ് പോയത് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അതാണ് നമ്മളെ തൂക്കം വരുന്നത് 24,995. 25 ടണ്ണിന് 5 കിലോൻ്റെ കുറവുണ്ട്. അപ്പോൾ അങ്ങനെ തൂക്കി ഇവിടെ നിർത്തിക്കണം. ഇനി പാർട്ടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബില്ലും കൊണ്ട് ബില്ലെത്തിയാൽ നമ്മൾ യാത്ര തുടരും. ചെറിയൊരു മഴ ചാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഒരു ദിവസമായിട്ടോ. ഇന്നലെ ഈ സമയത്താണ് നമുക്ക് ബില്ല് കിട്ടി നമ്മൾ പുറപ്പെട്ടത് 7 മണിയായി. അപ്പോൾ ആ ചിത്രദുർഗ എത്താണ്, കർണാടക ചിത്രദുർഗ. ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. 24 മണിക്കൂർ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നു. അതിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. ഇവിടെ ടോളുണ്ട്, ആ ടോള് കഴിച്ചിങ്ങനെ ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ നിർത്തുള്ളൂ. കാറ്റ് ഫുള്ള് കാറ്റാടികളാണ്. സമയം 7 മണിയായിട്ടോ. നമുക്ക് ഇരുട്ടാവണുള്ളൂ. അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ യാത്ര ചെയ്താൽ നമ്മൾ ഗുണ്ടൽപുട്ട എത്തിയിട്ടുണ്ട്. ഗുണ്ടൽപുട്ട പമ്പിലാണ് ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയത്. നമുക്ക് ഇവിടുന്ന് ഡീസൽ അടിച്ചിട്ട് പോയാൽ ഈ നാട്ടിൽ ലോഡ് ഇറക്കിയിട്ട് അടുത്തൊരു ഡീസൽ അടി ഉണ്ടാവുള്ളൂ. സമയം അതാ 5:15 ഒരു 6 മണിക്ക് ഫോറസ്റ്റ് തുറക്കും. നമ്മൾ ഫോറസ്റ്റിലെത്തുമ്പോൾ ഫോറസ്റ്റ് തുറക്കും. നമ്മൾ ജലഗാവ് ലോഡ് ഇറക്കി മറുപടി ലോഡ് കയറ്റിയിട്ട് ഡീസൽ ഫുള്ളാക്കി പോകുന്നതാണ്. പിന്നെ നമ്മൾ വയൽ ബീജാപ്പൂർ വെച്ച് നമ്മൾ ബീജാപ്പൂരല്ല നമ്മുടെ വയൽ പുളിയാർ വെച്ചിട്ട് നമ്മൾ ഡീസലൊന്ന് ഫുള്ളാക്കി. 10 റുപ്യക്ക് അടിച്ചു. ഫുള്ളാക്കിയിട്ടില്ല, 10 റുപ്യക്ക് അടിച്ചു. ഇനി ഇവിടുന്ന് ഫുള്ളാക്കും. കയറൊക്കെ ചെറിയ തോതിൽ ലൂസായിട്ടുണ്ട്. കട തുറന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വണ്ടികളാട്ടോ അതൊക്കെ. ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ടാകും. ആ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പുറപ്പെടും അവരൊക്കെ.
മഹാരാഷ്ട്രയും കർണാടകയും ഏകദേശം ഒരേ റേറ്റ് വരുന്നത്. 98.86 ഇവിടെ കർണാടക, 99 ചില്ലറാണ് മഹാരാഷ്ട്ര വരുന്നത്. അപ്പോൾ ചങ്ങായിമാരെ നമ്മളിതാ നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്, നമ്മുടെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. നമ്മൾ പുലർച്ചക്കാണ് എത്തി. നമ്മൾ ഇന്നലെ ഉച്ചക്ക് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ഇറങ്ങി വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറി മറ്റേ നമ്മൾ പിന്നീട് രാത്രിയാണ് എടുത്ത് വന്നത്. നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഇവിടെ എത്തും. അപ്പോൾ രാത്രി നമ്മളിവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ കലച്ചക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ലോഡറക്കാൻ. അപ്പോൾ ആ ലോഡറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഗോഡൗണ്. അതൊക്കെയോ മെഷീനറികൾ നടക്കുക. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. ഒരുപാട് കമ്പനികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ ഗോഡൗണിലേക്കാണ് ഇറക്കാനുള്ളത്. ഇപ്പം മഴ പെയ്താകെ ചളി വിലയാണ്. അപ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ളിൽ ചെറിയ 2 വണ്ടി ഇറക്കും. ലോഡ് ആകണുണ്ട്. അത് കഴിഞ്ഞാൽ അത് വിളിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി ലോഡ് ഇറക്കാം. അപ്പോൾ ചങ്ങായിമാരെ 2 മണിക്കൂർ ഇവിടെ കടന്നിട്ടോ. 10:00 വന്നാണ്, 12:30 കഴിഞ്ഞു. ഇപ്പോൾ പറയണത് ഇവിടെ ഗോഡൗണിലല്ല, വേറെ ഗോഡൗണിലാണ്. ചേത്താൻ ചെമ്പേറ്റാന്നൊക്കെ ഒരു ചൊല്ലുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ വണ്ടിയൊക്കെ കയറ്റി കഴിഞ്ഞു, അതൊക്കെ പോയി. ഇപ്പോൾ നമ്മൾ വന്നിട്ട് പറഞ്ഞത് ഇപ്പം ഇങ്ങനെയാണ്, വേറെ ഗോഡൗണുണ്ട്. ഇനിയിപ്പോൾ അത് എവിടെയാണെന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആയിരിക്കും. എന്നാലും ഇങ്ങനെ നടക്കണ്ടേ. ഇപ്പോഴൊക്കെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇപ്പം മഴ ആയിരിക്കും. വാ വാ വാ. അപ്പോൾ അതാ രണ്ടാമത്തെ ഗോഡൗണിൽ കൊടുന്നിട്ട് പായി പകുതി അയച്ചാൽ പിന്നെ സാമ്പിൾ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഈ റൂമിൻ്റെ ഉള്ളിൽ ഇട്ട് നിർത്തി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് പായ അയച്ചാൽ മതി. ഈ പൊരി വെയിലത്ത് നിന്ന് നമ്മൾ പായി കഴിച്ചപ്പോൾ. വാ വാ വാ. ഗോഡൗണൊക്കെ നിർത്തിയിട്ടില്ലല്ലോ. ഗോഡൗണൊക്കെ നിർത്താൻ പറഞ്ഞത് അവർക്ക് സാമ്പിൾ എടുക്കാനാണ്. അവർക്ക് വെയിൽ കൊണ്ട് സാമ്പിൾ എടുക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഗോഡൗണൊക്കെ നിർത്താൻ പറഞ്ഞത്. അപ്പോൾ ഈ ഗോഡൗണിൻ്റെ നോട്ടക്കാരൻ വേറെ ഉണ്ട്. ഇത് സാമ്പിൾ എടുക്കാൻ നമ്മളെ കൂടെ വന്ന ആ പഴയ ഗോഡൗണിലത്തെ ആൾക്കാർ വേറെ ഉണ്ട്. അവരാണ് സാമ്പിൾ എടുക്കണം. അപ്പോൾ അവിടെ ഇറക്കാനുള്ള സാധനമാണ്, ആ ഗോഡൗണിൽ ഇറക്കാനുള്ള സാധനമാണ്. അത് ഇങ്ങോട്ട് കൊടുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ കച്ചറ. അപ്പോൾ ഞങ്ങൾ പായേ പകുതി മടക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫുള്ള് മടക്കാൻ അയക്കാതെ നിർത്തിച്ചാൽ ഇനി പകുതി കൂടി ചുറ്റി മടക്കി വെക്കണം. എന്നാലും പകുതിൻ്റെ മുന്നേക്ക് പകുതി മടക്കി വെക്കുമ്പോൾ പകുതി സാധനമല്ലേ കിട്ടുള്ളൂ. അവർക്ക് സാമ്പിൾ എടുക്കാൻ മുന്നത്ത് കിട്ടുമല്ലോ. അപ്പോൾ മുന്നേക്കും സാധനം കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കച്ചറ കൂടി. അപ്പോൾ ചങ്ങായിമാരും ആദ്യം ഞങ്ങൾ പറഞ്ഞതല്ലേ പായി ഫസ്റ്റ് ഫുള്ളായിട്ട് മടക്കി വെച്ച് തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് പറ്റില്ല, പകുതി മടക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ കയറി മടക്കിക്കളി. അപ്പോൾ മടക്കിയതാണത്. മടക്കിയല്ലോ, ചുരുട്ടി കൂട്ടിയിട്ടാണ്. ഇനി ഇത് എത്ര കാണും പണിയെടുക്കണം. എവിടെ പോയാലല്ലോ ഒരുക്കാരെ തലയിൽ കയറുന്ന ആൾക്കാരുണ്ട്. ഒറ്റൊന്നിനാണെങ്കിൽ ബുദ്ധിയില്ല. ഒരു വെയിലാണ്. അപ്പോൾ നമ്മളെ ലോഡൊക്കെ കംപ്ലീറ്റ് ആയി. പണിക്കാരൊക്കെ നീങ്ങൽ തുടങ്ങി. വണ്ടിയുടെ ഷെഡിൽ നിന്ന് പുറത്ത് കിടണം, ക്ലീൻ ആക്കണം. ആ മതി മതി, ഒന്ന് ക്ലീൻ ആക്കാണ്ട്. അപ്പോൾ അതാ നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് കമ്പനിയിൽ വന്ന് തൂക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ കുറച്ച് സാമ്പിളുണ്ട്. അത് തൂക്കി പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ ഓർമ്മ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുക്കട്ടെ. കാരണം നമ്മളെ കമ്പനി വരുന്നത് ഇവിടെ യമുന കേട്ടോ, യമുന റോളർ മില്ല്, യമുന ഫ്ലവർ മില്ലാണ്. അപ്പോൾ അതവിടെ കൊടുക്കണം നമുക്ക്. അവിടെ കൊടുത്താൽ നമുക്ക് അടുത്ത് ലോഡ് എന്തെങ്കിലും നോക്കണം. അപ്പോൾ നമ്മളതവിടെ കൊടുത്ത് ഏൽപ്പിച്ചു. ഇനി അപ്പം നമ്മൾ ലോഡ് ഇനി അടുത്ത ലോഡ് എന്തെങ്കിലും സെറ്റാവും നോക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങളെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അയക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.